വിജയുടെ റാലിയിൽ വലിയ തിക്കും തിരക്കുമുണ്ടായി. അപകടത്തിൽ 40 മരണം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. വലിയ ദുരന്തമാണ് തമിഴ്നാട്ടിലെ കരൂരിൽ ഉണ്ടായിരിക്കുന്നത്. ഐസൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഐസൺ, ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്ത് പോകേണ്ട കാര്യം അവിടെ അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കിയില്ല എന്നതാണ്. 10,000 പേർക്ക് മാത്രം ചെന്നെത്താവുന്ന ഒരു സ്ഥലത്ത് 2 ലക്ഷത്തിലധികം പേർ തടിച്ചുകൂടുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനവും ഇത്തരത്തിൽ ദുരന്തമുണ്ടാകുമെന്ന ഒരു ഇന്റലിജൻസ് മുന്നറിയിപ്പും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരുന്നില്ലേ? അല്ലെങ്കിൽ സർക്കാർ ഫലപ്രദമായി ഈ വിഷയത്തിൽ ഇടപെടാതിരുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഉയരുകയാണ്. 2 TVK പാർട്ടിയുടെയും വിജയിയുടെയും നിരുത്തരവാദപരമായ സമീപനമാണ് രണ്ടാമത് ചർച്ച ചെയ്തു പോകുന്നത്. 6 മണിക്കൂർ താമസിച്ചാണ് വിജയ് ഈ കരൂരിലെ പൊതുയോഗ വേദിയിലേക്ക് എത്തുന്നത്. ഉച്ചയ്ക്ക് എത്തേണ്ടതായിരുന്നു. അപ്പോൾ ആ താരത്തെ ഒന്ന് നേരിട്ട് കാണാൻ, ഒന്ന് തൊടാൻ അവിടെ സകുടുംബം, അവിടെ തമിഴ് മക്കൾ, തമിഴ് ആരാധകർ ഓടിയെത്തുന്ന കാഴ്ച കണ്ടു. അങ്ങനെ 2 ലക്ഷത്തിലധികം പേർ തടിച്ചുകൂടിയ മഹാദുരന്തം. ഈ ദുരന്തത്തിന്റെ മാനങ്ങൾ അത്ര ചെറുതല്ലല്ലോ ഐസൺ. ദുരന്തത്തിൻ്റെ മാനം ചെറുതല്ല എന്ന് മാത്രമല്ല, നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ, ഫീൽഡ് റിപ്പോർട്ട് അനുസരിച്ച് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 40-ലേറെ പേർ മരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും 40-ലേറെ പേർ മരിക്കുന്ന ഒരു സംഭവം ഉണ്ടാവുക, 2 ലക്ഷം പേർ തിങ്ങി നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ തിക്കിലും തിരക്കിലും പെട്ട നിരവധി പേർക്ക് പരിക്കേൽക്കുക, മരണം സംഭവിക്കുക, ഇതൊന്നും അത്ര ലളിതമായി നോക്കേണ്ട കാര്യമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മരണസംഖ്യ ഇനി ഉയരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. വലിയൊരു ദുരന്തമായി തന്നെ ഇത് പരിണമിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അതീവ ഗൗരവത്തോടെ തന്നെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കരൂരിലെ പോലീസ് സംവിധാനങ്ങൾക്ക്, അതായത് മേഖലയിലെ പോലീസ് സംവിധാനങ്ങളിൽ നിന്നും അനുമതി നേടുന്നതിന് വേണ്ടി നൽകിയ കത്തിൽ പറയുന്നത് 10,000 പേർ മാത്രമായിരിക്കും പങ്കെടുക്കുക എന്നായിരുന്നു. പക്ഷേ 10,000 പേർ പങ്കെടുക്കുമെന്ന് പറഞ്ഞ ആ പരിപാടിയിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് 2 ലക്ഷത്തിലേറെ പേർ പങ്കെടുത്തുവെന്നും ഒരു ഹൈവേയുമായി ചേർന്നാണ് ഇത്തരത്തിലൊരു ഈ ഹൈവേയിലാണ് ഈ പരിപാടി നടന്നത്. ആരാധകർ തിങ്ങി നിറഞ്ഞ ഹൈവേയിലൂടെ വലിയ തോതിൽ ഇത്തരത്തിൽ വിജയുടെ വാഹനം കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ തിക്കും തിരക്കും ഉണ്ടായത്. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ ചില ലിഫ്റ്റുകളൊക്കെ ഘടിപ്പിച്ച ചില വാഹനങ്ങളൊക്കെ സംഘടിപ്പിച്ചാണ് ആ വാഹനങ്ങളിലൂടെയാണ് ഇവർ യാത്ര ചെയ്യുകയും ഈ തമിഴ്നാട്ടിലെ ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുകയും ചെയ്യുക. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുശോചനമെല്ലാം തന്നെ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ തീർത്തും അപ്രതീക്ഷിതമായ ആ ദുരന്തത്തിൽ, കരൂരിലുണ്ടായ രാഷ്ട്രീയ റാലിക്കിടെ ഉണ്ടായ അപ്രതീക്ഷിതമായ ദുരന്തത്തിൽ വലിയ ദുഃഖം അറിയിക്കുന്നു. ആ മരിച്ചവരുടെ കുടുംബങ്ങളോടൊപ്പം തൻ്റെ പ്രാർത്ഥനകളും അവരുടെ ബന്ധുക്കളോടൊപ്പം തൻ്റെ പ്രാർത്ഥനയുണ്ട് എന്ന് പ്രധാനമന്ത്രിയുടെ അനുശോചന സന്ദേശത്തിൽ ഇപ്പോൾ പറയുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഇനിയും മരണസംഖ്യ വർദ്ധിക്കാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ വിവരങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി മന്ത്രിമാരെല്ലാം തന്നെ എത്തുന്നുണ്ട് എന്ന വിവരങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാലിൻ നേരിട്ട് ഇടപെട്ടുകൊണ്ട് മറ്റു വിവരങ്ങളുടെ വിശദാംശങ്ങൾ നേടുന്നുണ്ട്. ജനങ്ങളോട് ചില അഭ്യർത്ഥനകളൊക്കെ നടത്തുന്നുണ്ട്. ഇത്തരത്തിലൊരു ആളുകളെ സുരക്ഷിതമായി മാറ്റുന്നതിന് വേണ്ടി സഹകരിക്കണം, മറ്റു ഭാഗങ്ങളിൽ തിക്കും തിരക്കും ഉണ്ടാകാതെ, സ്ഥലത്തു നിന്നും വലിയ ബഹളങ്ങൾ ഉണ്ടാക്കാതെ ഒഴിഞ്ഞു പോകണമെന്ന സമിതി അംഗം ഇന്ദുചൂടൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഇന്ദുചൂടൻ, അങ്ങേക്ക് തമിഴ്നാടിൻ്റെ ചുമതലയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നും ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? അവിടെ മഹാദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? സംസാരിക്കുമ്പോൾ നമുക്കറിയാനായിട്ട് സാധിച്ചത്, നാമക്കൽ ജില്ലയിൽ നിന്ന് നടന്നിട്ടുള്ള വിജയുടെ റാലി, ഇതിന് മുൻപ് തന്നെ ഇതിൽ ധാരാളം അഴിമതിയുടെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് നിലനിൽക്കെ തന്നെയാണ് വിജയ് ഈ റാലിയുമായിട്ട് മുൻപോട്ട് പോയത്. നമുക്കറിയാം, കേരളത്തിൽ നടക്കുന്നത് പോലത്തെ ഒരു റാലിയല്ല തമിഴ്നാട്ടിൽ. ഇവിടെ പ്രത്യേകം പറഞ്ഞാൽ ഒരു കാരവാൻ ഉൾപ്പെടെ ആൾക്കാർ വന്ന് ആ റോഡ് മുഴുവൻ അവർ ബന്ദോബസ്താക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള റാലികൾ സംഘടിപ്പിക്കുന്നത്. പൊതുവായിട്ടുള്ള അനുമതിയോ അതുപോലെ തന്നെ ആംബുലൻസിന്റെ സംവിധാനങ്ങളോ ഒന്നും ഉടനടി തന്നെ അവൈലബിൾ അല്ലാത്തതും ഇതിന്റെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ആദ്യമേ തന്നെ ഇതിൽ മരണപ്പെട്ട എല്ലാവർക്കുമുള്ള ആദരാഞ്ജലികൾ ABVP ഭാഗത്തു നിന്നും അർപ്പിക്കുന്നു. നമ്മുടെ പ്രവർത്തകർ ഉൾപ്പെടെ ഉള്ള സ്ഥലത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഈ പ്രശ്നത്തെ എത്രത്തോളം വേഗം പരിഹരിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിജയ് ഇപ്പോഴും കരുതിയിരിക്കുന്ന ഇതെല്ലാം ഒരു സിനിമ പോലെയാണെന്നാണ്. വിജയുടെ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുന്ന സിനിമകൾ പോലെയാണ്, പൊതുജനങ്ങളുടെ ജീവിതം വെച്ച് കളിക്കുകയാണ് സത്യം പറഞ്ഞാൽ വിജയ്. ഇതിനു മുൻപ് തന്നെ ജാഗ്രതാ നിർദ്ദേശം പോലീസിന്റെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു.
എന്നിട്ടും അത് വകവെക്കാതെ ഇയാൾ ഈ ഒരു പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. പല സ്ഥലങ്ങളിലും ഇതിന്റെ അനുമതി നിഷേധിച്ചിട്ടുണ്ട്. എന്നാലും ഒരു ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അയാൾ ഇപ്പോഴും അയാളുടെ ഒരു സിനിമാ ലോകത്ത് നിന്നും പുറത്തിറങ്ങി സാധാരണക്കാരുടെ ജീവിതം വെച്ചിട്ടാണ് ഈ കളിക്കുന്നത് എന്നുള്ളൊരു കാര്യം അയാൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ ഐസൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഐസൻ, ഇപ്പോൾ ഇന്ദുചൂടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ആനന്ദ് സൂചിപ്പിച്ചതുപോലെ ഈ താരമൂല്യം സിനിമയുടെ മായിക ലോകത്ത് നിന്നും വിജയ് ഇതുവരെ താഴേക്ക് ഇറങ്ങിയിട്ടില്ല. അതുതന്നെയാണ് ഉത്തരവാദിത്വമില്ലാത്ത ഈ മഹാദുരന്തത്തിനിടയാക്കിയ ഒരു നടപടി TVKയുടെ ഭാഗത്തുനിന്നും വിജയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. തിരികെ എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.